ഹായ് ഫ്രണ്ട്സ്, എസ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മിററും കട്ട് ബീഡും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാർട്ടി വെയർ ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടെയാണ് കേട്ടോ. നമ്മൾ മിറർ വെച്ചിട്ട് നേരത്തെയും വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്ക്വയർ ടൈപ്പിലുള്ള മിറർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. നമ്മൾ മിറർ മാത്രമേ വെക്കുന്നുള്ളൂ, അതിൻ്റെ ചുറ്റിനും കവർ ചെയ്യുന്നില്ല, ബീഡ്സ് കവർ ചെയ്യുന്നില്ല, ത്രെഡ് വെക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. ഇന്ന് നല്ലൊരു പാർട്ടി വെയർ ആണ്. ഞാൻ പാറ്റേൺ പ്രത്യേകം ഡ്രോ ചെയ്തിട്ടില്ല, നമ്മുടെ മെറ്റീരിയൽ ഡയറക്റ്റ് മാർക്ക് ചെയ്ത് എടുത്തേക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പാറ്റേൺ വരുന്ന പോലെയാണ് കേട്ടോ. നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ താഴത്തായിട്ട് ദാണ്ട് ഇതുപോലെ നമ്മുടെ ഷോൾഡർ പോർഷനിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഷേപ്പിനാണ് വരുന്നത് കേട്ടോ. നെക്ക് റൗണ്ടാണ്, നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിനാണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഈ ഒരു ഷേപ്പിനാണ് നമ്മൾ വർക്ക് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഏകദേശം ഒരു 2.5-3 ഇഞ്ചിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. 2.5 ഇഞ്ചൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ 2.5 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ ഈ സ്ക്വയർ കൊടുത്തേക്കുന്ന ഭാഗത്ത് നമ്മൾ കണ്ടോ ഗ്ലാസ് മിററാണ് കേട്ടോ വെച്ചേക്കുന്നത്. മിററും പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും ആണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്ന നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ നോർമൽ സ്വിങ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്ന ജോർജറ്റ് ആണേ. അപ്പോൾ കണ്ടല്ലോ, നമുക്ക് മിറർ വേണം, കട്ട് ബീഡ്സ് വേണം, നോർമൽ നീഡിൽ നമ്പർ 12 വേണം കേട്ടോ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അതാണ് ഞാൻ പാറ്റേൺ മാർക്ക് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നെക്ക് ഈ ഒരു ഷേപ്പാണ്. സ്ലീവ് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 3-3.5-4 ഇഞ്ചോളം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ തംബ്നെയിൽ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വർക്ക് വന്നിരിക്കുന്നതെന്ന്. തംബ്നെയിൽ കൊടുത്തേക്കുന്ന പിക്ക് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, എൽബോ സ്ലീവിൽ നമ്മൾ അത്യാവശ്യം ഹെവി ആയിട്ടാണ് കേട്ടോ സ്ലീവ് രണ്ടും വർക്ക് ചെയ്തേക്കുന്നത്. നെക്ക് ഈ ഒരു ഷേപ്പുമാണ് കേട്ടോ. വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമുക്ക് ഇതുപോലെ നമ്മൾ മിറർ ഒട്ടിക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഫെവിക്രിലിൻ്റെ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെറ്റീരിയലുമായിട്ട് ഇതൊന്ന് നമ്മുടെ ഈ സ്റ്റോൺ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് കുറഞ്ഞത് 24 hours എങ്കിലും വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ മിറർ ഒട്ടിക്കുവാണേ. മിറർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ കട്ട് ബീഡ് വെച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ഗം അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ കട്ട് ബീഡ് വെച്ച് എടുക്കുവാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മിറർ ഒട്ടിച്ച് 24 hours കഴിഞ്ഞിട്ട് മാത്രമേ കട്ട് ബീഡ്സ് വെച്ച് എടുക്കാവൂ കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുവാണ്, നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബാക്കി നമ്മൾ മിറേഴ്സ് ഒട്ടിച്ചേക്കുന്നതിൻ്റെ ബാക്കി വരുന്ന ഫുള്ളും നമുക്കിതുപോലെ കട്ട് ബീഡ്സ് ആണ് വെച്ചെടുക്കേണ്ടത്. വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ കണ്ടത് ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഫുൾ ഇതുപോലെ മിറർ ഒട്ടിച്ചെടുക്കുക. നമ്മുടെ മിറർ ഡ്രൈ ആയതിനു ശേഷം മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പം നമ്മളിവിടെ വർക്ക് ചെയ്ത സമയത്ത് കുറച്ച് അതിൻ്റെ വൈറ്റ് പോർഷനൊക്കെ കാണുമായിരുന്നു, കാരണം നമ്മൾ ഡ്രൈ ആവുന്നതിന് മുമ്പ് വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇതുപോലെ മിറർ ഒട്ടിച്ച് 24 hours വെച്ചിട്ട് മാത്രം വർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് മോങ്കോഡോസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. വളരെ ഈസിയാണ്, ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നല്ല വൈഡായിട്ടുള്ള റൗണ്ട് നെക്കാണ്. നെക്കിൻ്റെ താഴത്ത് നമ്മൾ കൊടുത്തേക്കുന്ന നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ മിറർ മാത്രമേ വെച്ചിട്ടുള്ളൂ, മിററിന് ചുറ്റും ബീഡ്സൊന്നും കവർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ സ്പ്രെഡിങ് ആയിട്ട് കട്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൽ എൽബോ സ്ലീവാണ് കാണിച്ചേക്കുന്നത്. എൽബോ സ്ലീവിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിനാണ് നമ്മൾ ഈ വർക്ക് കൊടുത്തേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആണ്.
മെറ്റീരിയൽ വന്നിരിക്കുന്ന ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മിറർ വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.